ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 3-ാം ക്ലാസ്സിലെ മലയാളം ഒരു മന്ത്ലി ടെസ്റ്റ് പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ. പ്രവർത്തനം 1. ചിഹ്നങ്ങൾ കൂട്ടിന് ചേർത്ത് പദങ്ങൾ നിർമ്മിക്കാം. അവിടെ തന്നിരിക്കുന്ന കളങ്ങളിൽ ഓരോ ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കാം. ആദ്യത്തെ കാ ഡാഷ് കിരി. എന്ത് വാക്കാണ് അവിടെ എഴുതേണ്ട? കാക്കിരി. കാക്കിരിക്ക് കാ കഴിഞ്ഞ ആ ചിഹ്നം ചേർക്കണം. കാ കിരി, കാക്കിരി. ഓക്കെ, അടുത്തത് പ ക രി. അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന ചിഹ്നങ്ങൾ ഏതൊക്കെയാ? ഓ ചിഹ്നം ചേർക്കണം, ഈ ചിഹ്നം ചേർക്കണം അല്ലേ. അപ്പം എവിടെയൊക്കെ ചേർക്കാം? പൂ ഖി രി, പൂക്കിരി. ഓക്കെ, അടുത്തത് സ മാ ഡാഷ് നം. എന്ത് വാക്കാവും അത്? സമ്മാനം. അപ്പം മാക്ക് എന്ത് ഇടണം? ആ ചിഹ്നം ചേർക്കണം, ദീർഘം ചേർക്കണം. സമ്മാനം. അടുത്തത് ത എൻ ത ലി. എന്താവും അത്? ഏതൊക്കെ ചിഹ്നങ്ങൾ ചേർക്കണം? താക്ക് ഏ ചിഹ്നം ചേർക്കണം. തേൻ. പിന്നെ അടുത്ത താക്ക് എന്ത് ചിഹ്നം ചേർക്കണം? ഊ ചിഹ്നം ചേർക്കണം. തു തുള്ളി, തേൻ തുള്ളി. അടുത്തത് വാ ഡാഷ് ഴുന്നു. അപ്പം എന്താണ്? വാഴുന്നു. വാ കഴിഞ്ഞ ആ ചിഹ്നം ചേർക്കണം. അപ്പോൾ ആ ചിഹ്നം എന്ന് പറഞ്ഞാൽ ദീർഘം ചേർക്കണം. വാഴുന്നു. അടുത്തത് വ ഡാഷ് യന. എന്താ? വായന. അപ്പോൾ അതിനെ ആ ചിഹ്നം ചേർക്കണം, ദീർഘം ചേർക്കണം. വായന. അടുത്തത് ച ഡാഷ് രൽ. അപ്പം എന്താ? ചൂരൽ. ച കഴിഞ്ഞ ഊ ചിഹ്നം ചേർക്കണം. അടുത്തത് പ ഡാഷ് സ്തകം. അപ്പം എന്താ? പുസ്തകം. പുസ്തകത്തിന് എന്ത് ചിഹ്നം ചേർക്കണം? പ കഴിഞ്ഞ ഊ ചിഹ്നം ചേർക്കണം. അടുത്തത് ഡാഷ് പെൻസിൽ. പെൻസിൽ എന്നാണോ? അല്ല, അതിന് മുന്നിൽ എന്ത് ചിഹ്നം ചേർക്കണം? എ ചിഹ്നം ചേർക്കണം. അപ്പം പെൻസിൽ. അടുത്തത് പന. പന എന്നാണോ വാക്ക്? പന എന്നൊരു വാക്കുണ്ട്, പക്ഷെ മുന്നിൽ എന്ത് ചെയ്യണം? ഒരു ചിഹ്നം ചേർക്കണം. അപ്പം ഏത് ചിഹ്നം യോജിച്ചത്? ഏ ചിഹ്നം. അപ്പം എന്ത് വായിക്കും? പേന. ഓക്കെ കൂട്ടുകാരെ, ഇതിന് 5 മാർക്കാണ്. ഇതുപോലെ ചിഹ്നങ്ങൾ ചേർത്ത് ആ വാക്കുകൾ കൃത്യമായിട്ട് എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2. വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ, രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ, മൂന്നാം കാവിലെ മുല്ലപ്പൂ. അടുത്ത 8 വരി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്യും? ആദ്യം എഴുതിയ 4 വരി തന്നെ നമുക്ക് വീണ്ടും എടുത്തെഴുതാം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഇതും തന്നെ നമുക്ക് എടുത്ത് ആദ്യത്തെ 4 വരിയായിട്ട് എഴുതാം. എന്നിട്ട് പിന്നെ അടുത്ത 4 വരി നമ്മൾ എന്ത് എഴുതണം? ഇവിടെ ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാനും, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാനും ഉള്ളത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി നമുക്ക് അടുത്തത് മൂന്നാനമ്മയ്ക്കും മക്കൾക്കും നാലാനമ്മയ്ക്കും മക്കൾക്കും ഉള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ പാട്ടാണ്. അപ്പം ആ പാട്ടിൽ അതേ വരികൾ എടുത്ത് നമ്മൾ എഴുതുക. അപ്പോൾ കൂട്ടുകാരെ, ഒന്നും അറിയുന്നില്ലെങ്കിൽ നമ്മൾ ആ തിന്താരോ തക തിന്താരോ എന്നെങ്കിലും എടുത്ത് എഴുതാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ 6 മാർക്കാണ്. ഓക്കെ കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബായ്.